പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ലെന്ന് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. പക്ഷേ പാർട്ടി അംഗത്വം തൽക്കാലം പുതുക്കില്ല, അനുഭാവിയായി തുടരുമെന്ന് ഇന്ന് വീട്ടിലെത്തി സന്ദർശിച്ച CS സുജാതയ്ക്ക് സുധാകരൻ ഉറപ്പ് നൽകി. ഈ മാസം 31 വരെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ സമയമുണ്ട്. അനുനയം തുടരാനാണ് പാർട്ടിയുടെ തീരുമാനം. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. അമൽ, ഒടുവിൽ മഞ്ഞുരുകുന്നു, ബന്ധം വിടില്ല എന്ന് സുധാകരൻ പറയുന്നു. വിവരങ്ങൾ. 63 വർഷത്തെ പാർട്ടി ബന്ധമുള്ള നേതാവാണ് സുധാകരൻ എന്ന് പറയുന്നത്. ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു പോവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ്. അത് സുധാകരനും അറിയാവുന്നതാണ്. മാത്രവുമല്ല, ഈ സുധാകരനും CPIM ചേർന്നുള്ള അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നം തുടക്കത്തിലെയുള്ള ഒരു കഥയൊന്നുമല്ല, അതിനൊരു പുതുമയില്ല. അത് ഏറെ നാളുകളായി തുടരുന്ന ഒരു പ്രശ്നം കൂടിയാണ്. പ്രത്യേകിച്ചും രണ്ട് ടേം വ്യവസ്ഥ വന്നുകൂടി മത്സര രംഗത്ത് നിന്ന് മാറി നിന്നപ്പോൾ ബ്രാഞ്ചിലേക്ക് മാത്രമായി ഒതുങ്ങി നിൽക്കുകയായിരുന്നു സുധാകരൻ ചെയ്തത്. ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് ശേഷം, പരിഹാസ ചുവയോടുള്ള ചിരിയോട് കലർന്ന ആ ഒരു പ്രതികരണത്തിന് ശേഷം സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്നത്. അതിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ പാർട്ടിയുടെ അംഗത്വം പുതുക്കുവാൻ താൻ തയ്യാറല്ല എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ പാർട്ടി വിട്ടു പോവുകയോ പാർട്ടി വിരുദ്ധമായിട്ടുള്ള ഒരു നടപടികൾക്കോ സുധാകരൻ മുതിരില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സുധാകരനുമായി അടുത്ത വൃത്തങ്ങളുമായെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കടുത്ത നിലപാട്, അതിൽ നിന്ന് സുധാകരൻ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കം സുധാകരനെ വിളിച്ച് സംസാരിച്ചു. അതിന് പുറമെ ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായുള്ള CS സുജാതയും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് അടക്കം ഇവിടെ എത്തുകയും സുധാകരനുമായി സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷവും ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് പോകും എന്ന രീതിയിലുള്ള വ്യാപകമായുള്ള പ്രചരണങ്ങൾ UDF ക്യാമ്പ് അഴിച്ചുവിട്ടിരുന്നു. അത്തരത്തിലുള്ള നടപടികളൊന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള ഒരിടയും ഇല്ല എന്ന് തന്നെയാണ് സുധാകരന്റെ ചുറ്റിപ്പറ്റിയുള്ള വൃത്തങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായിട്ടില്ല. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കുകയും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ ചർച്ചകളെല്ലാം ശ്രദ്ധിക്കുകയും മാത്രമാണ് സുധാകരൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നാളെ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ പോസ്റ്ററിൽ സുധാകരന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇന്ന്. ഏതായാലും ആ ചടങ്ങിന് പങ്കെടുക്കില്ല എന്ന കാര്യം സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു അമ്പലപ്പുഴയിലെ പാർട്ടി അല്ലെങ്കിൽ ആലപ്പുഴയിലെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. എന്തായാലും പാർട്ടി വിടുന്നത് പോലെയുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും സുധാകരൻ നിലവിൽ കടന്നിട്ടില്ല. ജി സുധാകരൻ അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്തിരിക്കുന്നു, പാർട്ടി ഒന്നും വിടില്ല എന്തായാലും. പക്ഷേ മെമ്പർഷിപ്പ് പുതുക്കാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ അനുനയ നീക്കങ്ങൾ CPIM തുടരുന്നുമുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി